Dear students, fourth semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗമാണ് ഇത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 21ാമത്തെ വീഡിയോ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. The normal distribution is a continuous probability distribution. It was first developed by De Morvey in 1733 as limiting form of binomial distribution. 1733 ഡി മോവി ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. The normal distribution is a continuous probability distribution. Fundamental importance of normal distribution is that many populations seem to follow approximately a pattern of distribution as described by normal distribution. Numerous phenomena such as the age distribution of any species, height of adult persons, intelligent test scores of students, etc. are considered to be normally distributed. ഒരു കണ്ടിന്യൂസ് വേരിയബിളിന് സംഭവിക്കാവുന്ന അനേകം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുകളിൽ ഒന്നാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രായോഗിക തലത്തിൽ സംഭവിക്കാവുന്ന അനേകം റാൻഡം വേരിയബിളുകൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി കൂടുതൽ അടുത്തു വരുന്നതിനാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുകളിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതായത് യഥാർത്ഥ ജീവിതത്തിലെ അനവധി പ്രതിഭാസങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ ഏകദേശമായി നോർമൽ വിതരണത്തിലാണ്. യഥാർത്ഥ ജീവിതത്തിലെ അനവധി പ്രതിഭാസങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ ഏകദേശമായി നോർമൽ വിതരണത്തിലാണ്, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ്. ഇപ്പം ജനങ്ങളുടെ ഉയരം, ഭാരം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന കണ്ടിന്യൂസ് വേരിയബിളുകൾ, അതുപോലെ ഒരു പരീക്ഷയിലെ സ്കോറുകൾ, പരീക്ഷയിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോറുകൾ, അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, അതുപോലെ ഇൻ്റലിജൻസ്, ബുദ്ധി തുടങ്ങിയിട്ടുള്ള നേട്ടങ്ങൾ, അങ്ങനെയുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രം, ഒരു ഓട്ടോമാറ്റിക് യന്ത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സൂചികളുടെ നീളം, അല്ലെങ്കിൽ ഒരു ജോലി പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം എന്നിവയെല്ലാം തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലുള്ള റാൻഡം വേരിയബിളുകൾക്ക് ഉദാഹരണമാണ്. അപ്പം മേൽപ്പറഞ്ഞവയെല്ലാം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഉദാഹരണങ്ങളെല്ലാം പല സ്വതന്ത്ര ഘടകങ്ങളാൽ മാറ്റത്തിന് വിധേയവും എന്നാൽ ഓരോ ഘടകങ്ങൾ മൂലമുള്ള ആ മാറ്റം വളരെ ചെറുതുമായിരിക്കും. ഒരു റാൻഡം വേരിയബിളിനെ പല ഘടകങ്ങളും ബാധിക്കും. ഒരു റാൻഡം വേരിയബിളിനെ പല ഘടകങ്ങളും ബാധിക്കുകയും ഓരോ ഘടകങ്ങളും അതിലുണ്ടാക്കുന്ന മാറ്റം മറ്റു ഘടകങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റത്തേക്കാൾ വലിയ അളവിലുള്ളതല്ല എങ്കിൽ ആ റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന് വളരെ അടുത്തായിരിക്കും. അതായത് ഒരു റാൻഡം വേരിയബിളിനെ പല ഘടകങ്ങളും ബാധിക്കുന്നുണ്ടാവും. എന്നാൽ ആ ഓരോ ഘടകങ്ങളും അതിലുണ്ടാക്കുന്ന മാറ്റം മറ്റു ഘടകങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റത്തേക്കാൾ വലിയ അളവിലുള്ളതല്ല എങ്കിൽ ആ റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ അടുത്തായിരിക്കും. ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലുമുള്ള പരീക്ഷണാത്മക ദത്തങ്ങളുടെ, എക്സ്പെരിമെൻ്റൽ ഡാറ്റയുടെ എല്ലാ വശങ്ങളുടെയും വിശകലനം, വിലയിരുത്തൽ എന്നിവയിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെയേറെ പ്രാധാന്യം ഉള്ളതാണ്. Definition of normal distribution. Definition of normal distribution. A continuous random variable x is said to follow normal distribution if its probability function is p of x equal to 1 by sigma root 2 pi 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma whole square, where pi equal to 3.14, e equal to 2.71828,
mu ഈക്വൽ ടു മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma whole square. ഇവിടെ പൈ എന്ന് പറയുന്നത് 3.14, ഇ എന്ന് പറഞ്ഞാൽ 2.71828, mu mean of the distribution, sigma standard deviation of the distribution. The variable x varies between minus infinity to plus infinity. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് വേരീസ് ഫ്രം 0 to n ആയിരുന്നു. അതുപോലെ പോയിസണിൽ 0, 1, 2, 3 എക്സെട്ര എന്നായിരുന്നു. ഇവിടെ എക്സ് വേരീസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ്, ഈ രീതിയിൽ ആണ്. എക്സ് ആക്സിസ് ആയിട്ട് ടച്ച് ചെയ്യില്ല, രണ്ട് സൈഡിലും ടച്ച് ചെയ്യൊന്നുമില്ല. അങ്ങനെ എക്സ് ആക്സിസ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നീണ്ടു പോകും മൈനസ് ഇൻഫിനിറ്റി വരെ. അതനുസരിച്ച് ചിലത് ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും എക്സ് ആക്സിസ് ആയിട്ട് ടച്ച് ചെയ്യില്ല രണ്ട് സൈഡിലും. അരിത്തമെറ്റിക് മീൻ നേരെ മധ്യത്തിലായിരിക്കും. ഇവിടെ തന്നെയാണ് മീഡിയന്, ഇവിടെ തന്നെയാണ് മോഡും വരിക നോർമൽ ഡിസ്ട്രിബ്യൂഷന്. നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം. ഉദാഹരണത്തിന് ഒരു നഗരത്തിലെ 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള 100 ആളുകളെ കണ്ടെത്തി അവരുടെ ഉയരത്തിൻ്റെ അളവ് സെൻറ്റിമീറ്ററിൽ ശേഖരിക്കുക. അതിനുശേഷം അവയുടെ ഒരു ആവൃത്തി വിതരണം തയ്യാറാക്കുക. അപ്പോൾ അവരുടെ ഉയരത്തിൻ്റെ അളവ് ഏറ്റവും ചെറുത് 130 ആണെന്നും ഏറ്റവും കൂടിയ ഉയരം 180 ആണെന്നും വിചാരിക്കുക. 130 സെൻറ്റിമീറ്റർ, 180 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു 5 ക്ലാസ് ഇൻ്റർവൽ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ 130, 135, 135, 140, അങ്ങനെ 175, 180 വരെ ക്ലാസ് എഴുതിയിട്ട് ഓരോ ക്ലാസ്സിലുള്ള ആളുകളുടെ എണ്ണം അടുത്ത കോളത്തിൽ ഫ്രീക്വൻസി ആയിട്ട് എഴുതി ആവൃത്തി വിതരണം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു ഹിസ്റ്റോഗ്രാം വരച്ചാൽ ആ ഹിസ്റ്റോഗ്രാമിനെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ അതൊരു നോർമൽ കർവ് ആവാനുള്ളൊരു സാധ്യത കാണും. ഈ ക്ലാസ് അന്തരം 5 എടുത്തുകൊണ്ടാണ്. ആ ക്ലാസ് ഇൻ്റർവൽ 5-ന് പകരം ക്ലാസ് ഇൻ്റർവൽ 2 എന്നെടുത്തു. പിന്നെ നമ്മൾ 100 പേരെയാണ് സെലക്ട് ചെയ്തത്. അതൊരു 200 പേരെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. 200 ആളുകളുടെ ഉയരം 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള 200 പേരുടെ, ഒരു നഗരത്തിലെ 20 വയസ്സിൻ്റെ 60 വയസ്സിൻ്റെ ഇടയിലുള്ള 200 പേരുടെ ഉയരങ്ങളുടെ അളവ് സെൻറ്റിമീറ്ററിൽ ശേഖരിച്ചു. ക്ലാസ് വിഡ്ത്ത് ഒരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹിസ്റ്റോഗ്രാം വരച്ചാൽ നേരത്തെ വരച്ചതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു നോർമൽ കർവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുടെ ഭാരത്തിൻ്റെ അളവ് ശേഖരിക്കുക. ഈ ഡാറ്റയുടെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുക. അതായത് ഏറ്റവും കുറഞ്ഞ ഭാരവും കൂടിയ ഭാരവും എടുത്തിട്ട് ക്ലാസ് ഇൻ്റർവൽ ഏറ്റവും ചെറിയ രീതിയിൽ ക്ലാസ് ഇൻ്റർവൽ വെച്ച് നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ഫ്രീക്വൻസി കർവ് വരയ്ക്കാം. ആവൃത്തി വക്രം, ഒരു ഫ്രീക്വൻസി കർവ് വരച്ചാൽ അതിന് ഈ നോർമൽ കർവിനായിട്ട് ഏകദേശം ഈ നോർമൽ കർവിൻ്റെ ഒരു ആകൃതി ഉണ്ടായിരിക്കും. ഇനി ഈ നോർമൽ കർവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമത്, ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് കർവ്. ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് കർവ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും, എവിടെയും ബ്രേക്ക് ഒന്നുമില്ല. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും, ഒരു കണ്ടിന്യൂസ് കർവാണ്. അതുപോലെ ദ നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. ഈ കർവ് ഒരു ബെൽ ഷേപ്ഡ് കർവാണ്, നമുക്ക് കണ്ടാൽ അറിയാം ഇതൊരു ബെൽ ഷേപ്ഡ് കർവാണ്. അതുപോലെ ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദി മീൻ. ഇപ്പോൾ മീൻ ഇവിടെ നടുക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ടാണ് വരുന്നത്, സിമെട്രിക്കലാണ്. ഇത് രണ്ടും ഒരുപോലെയാണ്. ഇതൊരു ഈ ഓർഡിനേറ്റ് ഏതാണ്ട് ഒരു മിറർ പോലെ ആക്ട് ചെയ്യണം. രണ്ട് ഭാഗത്തും ഒരേപോലെയാണ് ഏരിയ വരുന്നത്. അതിന് പറയുന്നത് നമ്മൾ സിമെട്രിക്കൽ അബൌട്ട് ദി മീൻ. പിന്നെ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡൊക്കെ ഈക്വൽ ആണ്. അത് ഈ ഒരു പോയിന്റിലായിരിക്കും വരുന്നത്. ഇനി ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദ മീൻ. ആ മീനിൻ്റെ എവിടെയാണ് ഏറ്റവും കൂടിയ ഹൈറ്റ് വരുന്നത്? ആ കർവിൻ്റെ ഏറ്റവും കൂടിയ ഹൈറ്റ്
ഈ മീനിനുള്ള പോയിന്റിലായിരിക്കും വരുന്നത്. ദ ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദി mean. There is only one maximum point which occurs at the mean. The ordinate at mean divides the whole area into two equal parts. ഈ അരിത്തമെറ്റിക് മീൻ ഇതിനെ രണ്ട് തുല്യ വിസ്തീർണങ്ങളുള്ള ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. രണ്ടിൻ്റെ ഏരിയ തുല്യമാണ്. ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 സ്ക്വയർ യൂണിറ്റ് ആണ്. ഇത് 0.5 സ്ക്വയർ യൂണിറ്റ് ആണ്. ടോട്ടൽ ഏരിയ അണ്ടർ ദി നോർമൽ കർവ് എന്ന് പറയുന്നത് 1 സ്ക്വയർ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് 0.5 ആണ്, ഇവിടെ 0.5 ആണ് ഏരിയ. ദ കർവ് ഈസ് asymptotic to the base on either side, that is the curve approaches nearer and nearer to the base but it never touches. അതായത് ഈ കർവ് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അങ്ങനെ പോകുന്നുണ്ട്. കർവിൻ്റെ ഇവിടെ നോക്കിയാൽ ഈ കർവ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഫിനിറ്റി ആയിട്ട് പോകണം, റൈറ്റ് സൈഡിലേക്ക് പോകണം. പക്ഷേ ഒരിക്കലും അത് എക്സ് ആക്സുമായിട്ട് ടച്ച് ചെയ്യില്ല. ഇപ്പം നോർമൽ കർവ് ഈ എക്സ് അക്ഷത്തിനോട് ഇങ്ങനെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും മധ്യഭാഗത്ത് നിന്ന് രണ്ട് അഗ്രഭാഗത്തേക്ക് നീങ്ങും തോറും നോർമൽ കർവ് ഉയരം കുറഞ്ഞു വരുന്നു, എന്നാൽ എക്സ് അക്ഷത്തിൽ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ ദ നോർമൽ കർവ് ഈസ് യൂണി മോഡൽ, അതായത് ഇറ്റ് ഹാസ് ഓൺലി വൺ മോഡ്. ഒരു മോഡ് മാത്രമേ നോർമൽ കർവിന് ഉള്ളൂ. ഇവിടെയാണ് വരുന്നത്. മീനും മീഡിയനും മോഡൊക്കെ ഇവിടെയാണ്. ഒരു മോഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ Q1 and Q3 ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. മീഡിയനിൽ നിന്ന് Q1 ഉം Q3 തുല്യ അകലത്തിലായിരിക്കും. നോർമൽ കർവിൽ ഇവിടെ ഈ പോയിന്റിലാണ് മീഡിയൻ വരുന്നത്. Q1 ഇതിൻ്റെ ഏകദേശം മിഡിലായിട്ട് വരും, ഇതിൻ്റെ മിഡിലായിട്ട് ഏതാണ്ട് Q3 വരും. അതായത് Q1 ഉം Q3 ഉം മീഡിയനിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും. അതുപോലെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് 0 ആണ്. കാരണം ഇതിന് സ്ക്യൂനെസ് ഒന്നുമില്ല, സ്ക്യൂഡ് അല്ല, അത് സിമെട്രിക്കൽ കർവാണ്. അപ്പോൾ സ്ക്യൂനെസ് 0 ആണ്. അതുപോലെ മെസോകർട്ടിക് ആണ്. അത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞതാണ്. മെസോകർട്ടിക് അതായത് നോർമൽ കർവ് സിമെട്രിക്കലാണ്, അതുകൊണ്ട് തന്നെ അത് മെസോകർട്ടിക്കുമാണ്. മെസോകർട്ടിക് ആണ്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് 0 ആണ്. നമുക്ക് ഇനി നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ദ നോർമൽ കർവ് ഈസ് എ കണ്ടിന്യൂസ് കർവ്. ദ നോർമൽ കർവ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ മീൻ. നോർമൽ കർവ് ഈസ് എ ബെൽ ഷേപ്ഡ് കർവ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ് കോയിൻസൈഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കർവ്. മീനും മീഡിയനും മോഡൊക്കെ ആ സെൻറ്ററിലാണ്, നമ്മൾ നേരത്തെ കാണിച്ച ആ പോയിന്റിൽ. മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ക്വാർട്ടൈൽസ് ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. അതായത് Q1 ആൻഡ് Q3 ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. മീഡിയനിൽ നിന്നും തുല്യ അകലത്തിലാണ് Q1 ഉം Q3. ദാറ്റ് ഈസ് Q3 മൈനസ് Q2 ഈക്വൽ ടു Q2 മൈനസ് Q1. Q3 മൈനസ് Q2. Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ. Q3 മീഡിയൻ കുറച്ചാലും മീഡിയനിൽ Q1 കുറച്ചാലും തുല്യമാണ്. Normal curve is asymptotic to the baseline on either side. That is, the curve approaches nearer and nearer to the base, but it never touches. നോർമൽ കർവ് എക്സ് അക്ഷത്തിനോട് അസിംപ്റ്റോട്ടിക് ആണ്, അസംപാത രേഖയിലായിരിക്കുന്നതാണ് പറയുന്നത്. അതായത് മധ്യഭാഗത്ത് നിന്ന് രണ്ട് അഗ്രഭാഗത്തേക്കും നീങ്ങി നോർമൽ കർവ് ഉയരം കുറഞ്ഞു വരുന്നു, എന്നാൽ ഈ എക്സ് അക്ഷത്തിൽ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. Total area under a normal curve is 100%. 100% is 100/100, that is 1. The ordinate at the mean divide the whole area under a normal curve into two equal parts. 50% on either side. 50% is 50/100, 0.5. The height of normal curve is at its maximum at the mean. The normal curve is unimodal, that is it has only one mode. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നോർമൽ കർവ് ഈസ് മെസോകർട്ടിക്. മീൻ ഡീവിയേഷൻ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
ക്വാർട്ടൽ ഡീവിയേഷൻ ഈസ് 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മെയിൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ ക്വാർട്ടൽ ഡീവിയേഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നോ പോർഷൻ ഓഫ് നോർമൽ കർവ് ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ താഴേക്ക് കർവ് പോകുന്നില്ല, എക്സ് ആക്സിസിൻ്റെ മുകളിലായിട്ടാണ് കർവൊക്കെ. നോ പോർഷൻ ഓഫ് നോർമൽ കർവ് ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 0. കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് 0 ആണ്. β1 0. കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസിനെ β1 ആണ് ഡിനോട്ട് ചെയ്യുന്നത്, 0 ആണ്. നമ്മൾ സ്ക്യൂനെസ്സും കർട്ടോസിസും ഒക്കെ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെസോകർട്ടിക്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മെസോകർട്ടിക് ആണ്. ലെപ്റ്റോകർട്ടിക്, മെസോകർട്ടിക്, പ്ലാറ്റികർട്ടിക് എന്നാണ്. അതിൽ മെസോകർട്ടിക് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. തിയററ്റിക്കലി ദ റേഞ്ച് ഓഫ് നോർമൽ കർവ് ഈസ് -infinity to +infinity. Theoretically, the range of normal curve is -infinity to +infinity. But practically, the range is mu-3 sigma to mu+3 sigma. സാധാരണ നമ്മൾ ഗ്രാഫ് -infinity +infinity എന്നാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ mu-3 sigma to mu+3 sigma വരെയാണ്. If x and y are two independent normal variates, then their sum is also a normal variate. This is called the additive property. എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് നോർമൽ വേരിയേറ്റ്സ് ആണെങ്കിൽ അവയുടെ സമ്മും നോർമൽ വേരിയേറ്റ് ആയിരിക്കും. ഇതിനെ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നു. ഏരിയ അണ്ടർ ദി നോർമൽ കർവ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫോളോസ്. ഇനി അതിൻ്റെ ഏരിയ പ്രോപ്പർട്ടി, നോർമൽ കർവിൻ്റെ ഏരിയ പ്രോപ്പർട്ടി. mu ± sigma covers 68.27% of the area. Mu ± sigma covers 68.27% of area. Mu ± 2 sigma covers 95.45% of area. Mu ± 3 sigma covers 98.73% area. Mu എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത്. ഏരിയ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു mu ± sigma covers 68.27% ഏരിയ. അപ്പം ഇവിടെ mu0 sigma 1 ഒക്കെ ഇതിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ഒരു ഫിഗറായിട്ട് വരച്ചതുകൊണ്ടാണ്. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയുമാണ്. അപ്പോൾ ഇവിടെയാണ് mu - sigma എന്നുള്ള പോയിൻ്റ്, ഇത് mu + sigma. അപ്പോൾ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് ബിറ്റ്വീൻ mu - sigma ആൻഡ് mu + sigma എന്ന് പറഞ്ഞാൽ എന്ത് വരും? mu - sigma ഇതാണ്, mu + sigma ഇതാണ്. അപ്പോൾ ഈ നോർമൽ കർവിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ ഈ കർവ് ഇവിടെ എത്തി ഇങ്ങോട്ട് വന്നു, ലൈൻ ഇങ്ങോട്ട് താഴെ വന്നു, ഇത്രയും ഭാഗത്തെ ഏരിയ ഇതാണ് 68.27% എന്ന് പറയുന്നത്. ഇനി mu - 2 sigma ഈ പോയിന്റിലായിരിക്കും, mu + 2 sigma ഇവിടെ ആയിരിക്കും. അപ്പോൾ ഏരിയ അണ്ടർ ദി കർവ് ബിറ്റ്വീൻ mu - 2 sigma ആൻഡ് mu + 2 sigma എന്ന് പറഞ്ഞാൽ എന്താണ്? mu - 2 sigma ഇവിടെയാണ്, mu + 2 sigma ഇവിടെയാണ്. അപ്പോൾ ഈ നോർമൽ കർവിൻ്റെ അണ്ടറിൽ ഇത്രയും ഭാഗത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ്റെ ഏരിയ ഇങ്ങനെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങനെ ഈ ലൈനിങ് വന്നു, ഇവിടെ വന്നു, ഇതിനകത്തുള്ള ഏരിയ അതാണ് 95.45% ഓഫ് ദി ഏരിയ. മൊത്തം ഏരിയയുടെ 95.45%, അതായത് 0.9545 എന്നുള്ളത് വരും. ഇനി ഇത് mu - 3 sigma, ഇവിടെ mu + 3 sigma. അപ്പോൾ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് ബിറ്റ്വീൻ mu - 3 sigma ആൻഡ് mu + 3 sigma ഈസ് 99.73%. അതായത് ഈ ഏരിയ ഇവിടം മുതൽ ഇങ്ങനെ ഇവിടം വരെയുള്ള ഏരിയ, ഇതിനകത്തുള്ള ഈ ഏരിയ മൊത്തം ഏരിയ എത്രയാണ്? 99.73% ആണ്. ഇവിടെ ഈ ഫിഗർ mu0 sigma 1 ആകുമ്പോൾ എടുത്തതാണ്. അപ്പോൾ mu0 sigma 1 ആണെങ്കിൽ mu - sigma എന്തായിരിക്കും? -1 ആവും. mu + sigma 1 ആയിരിക്കും. അതുപോലെ mu - 2 sigma പറഞ്ഞാൽ -2, mu + 2 sigma 2 ആവും. mu - 3 sigma -3, mu + 3 sigma 3. ഇത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ആയിട്ട് വരച്ചതുകൊണ്ടാണ്. ഇത് സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണെങ്കിൽ
ഇവിടെ മ്യൂ മൈനസ് സിഗ്മ, ഇത് മ്യൂ മൈനസ് 2 സിഗ്മ, ഇവിടെ മ്യൂ മൈനസ് 3 സിഗ്മ, ഇത് മ്യൂ പ്ലസ് സിഗ്മ, മ്യൂ പ്ലസ് 2 സിഗ്മ, മ്യൂ പ്ലസ് 3 സിഗ്മ എന്നായിരിക്കും. Importance or uses of the normal distribution. Most of the discrete probability distributions, example binomial distribution and Poisson distribution, tend to normal distribution as n becomes large. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലും അതിൽ രണ്ടിലും n ലാർജ് ആണെങ്കിൽ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഓൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് കൺഫോം ടു ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ലാർജ് വാല്യൂസ് ഓഫ് n. നമ്മൾ നേരത്തെ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നെ. വേരിയസ് ടെസ്റ്റ്സ് ഓഫ് സിഗ്നിഫിക്കൻസ് ആർ ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് ദ പാരന്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾസ് ആർ ഡ്രോൺ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. വേരിയസ് ടെസ്റ്റ്സ് ഓഫ് സിഗ്നിഫിക്കൻസ്, ടി ടെസ്റ്റ് ഉണ്ട്, സെഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അതെല്ലാം തന്നെ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ പാരന്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾസ് ആർ ഡ്രോൺ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഏതിൽ നിന്നാണോ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, ഏത് പോപ്പുലേഷനിൽ നിന്നാണോ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, ആ പോപ്പുലേഷനാണ് നമ്മൾ പാരന്റ് പോപ്പുലേഷൻ ആണ്. ഒരു പോപ്പുലേഷനിൽ നിന്നായിരിക്കും നാം സാമ്പിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന പോപ്പുലേഷനെയാണ് പാരന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാരന്റ് പോപ്പുലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ള അസംഷനിലാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതും ഈ ടെസ്റ്റുകളെല്ലാം അതിനെ അടിസ്ഥാനമാക്കി ആണ് നടത്തുന്നത്. The normal distribution has numerous mathematical properties which make it popular and comparatively easy to manipulate. Normal distribution finds application in statistical quality control and industrial experiments. Many distributions in social and economic data are approximately normal. Example, birth, death, etc. are normally distributed. It is extensively used in large sampling theory to find estimates of parameters from statistics, confidence limits, etc. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് യഥാർത്ഥ ജീവിതത്തിലെ അനവധി പ്രതിഭാസങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ ഏകദേശം ആയിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കാണാം. ഇപ്പോൾ ജനങ്ങളുടെ ഉയരം, ഭാരം, അവയൊക്കെ പ്രതിനിധീകരിക്കുന്ന കണ്ടിന്യൂസ് വേരിയബിളുകൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ കുട്ടികൾക്ക് കിട്ടിയ സ്കോറുകൾ, അല്ലെങ്കിൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇവയെല്ലാം തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ റാൻഡം വേരിയബിളുകൾക്ക് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് വളരെ അനുയോജ്യമാണ്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ മെറിറ്റ്സ്: നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദി മോസ്റ്റ്ലി യൂസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ഓഫ് എറർ ഓഫ് മെഷർമെൻറ്റ്സ് ആൻഡ് എ ലാർജ് വെറൈറ്റി ഓഫ് ഫിസിക്കൽ ഒബ്സർവേഷൻസ് ഹാവ് അപ്രോക്സിമേറ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്. The measurements of linear dimensions of large number of articles produced may show individual variations. These follow normal distribution. The measurements of linear dimensions of large number of articles produced may show individual variations. These follow normal distribution. The standard normal distribution table shows exhaustively areas for the different intervals of the values of the വേരിയബിൾ. നമുക്കിതിൻ്റെ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഉപയോഗിച്ചാണ് നമ്മളതിൻ്റെ ഏരിയ എല്ലാം കാണുന്നത്. ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ നമ്പർ ഓഫ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ നമ്പർ ഓഫ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മൾ നേരത്തെ അഡിറ്റീവ് പ്രോപ്പർട്ടി അങ്ങനത്തെ എല്ലാം പറഞ്ഞു. Most of the distribution in nature are either normal or that can be approximated to normal. അതും നമ്മൾ പറഞ്ഞു. Most of the distribution in nature are either normal or that can be approximated to normal. Demerits. The variables which are not continuous cannot be normally distributed. The variables which are not continuous cannot be normally distributed. Therefore, many distributions in economics cannot be studied under normal distribution. The normal distribution cannot be applied to situations where the distribution is highly skewed. For example, distribution of income is very much skewed.
ദർഫോർ ഹിയർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ നോട്ട് ബി അപ്രോപ്രിയേറ്റ്. ഹൈലി സ്ക്യൂഡ് ആണെങ്കിൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല, അത് യോജിച്ചതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഒരു റാൻഡം വേരിയബിളിന് പല ഘടകങ്ങളും ബാധിക്കുകയും ഓരോ ഘടകങ്ങളും അതിലുണ്ടാക്കുന്ന മാറ്റം മറ്റു ഘടകങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റത്തേക്കാൾ വലിയ അളവിലുള്ളതല്ല എങ്കിലാണ് അവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ അടുത്തായിരിക്കും. പക്ഷേ ഹൈലി സ്ക്യൂഡ് ആണെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യോജിച്ചതല്ല.